ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് എല്ലാവരുമായിട്ട് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ ചാർജിങ് ഇട്ടിട്ടാണ്. കുറച്ച് ദൂരം ഓടി ചാർജ് തീർന്നു. ഇനി ചാർജ് ആവാൻ കുറച്ച് ടൈം എടുക്കും. സബിൻ ബ്രോ, ബ്രോ അര്യ ബ്രോ, KTS ഗെയിമിംഗ്, സ്കൈലോ ഗൈസ്. ചാർജിങ് ആണ്, കുറച്ച് ശോകമാണ്. നമ്മൾ ഒരിടത്ത് ചാർജ് ചെയ്യാൻ പോയി, കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ഒരിടത്ത് ചാർജ് ചെയ്യാൻ പോയി, അവിടെ വർക്കിംഗ് അല്ല. നമ്മൾ പിന്നെ പുതിയ സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ വന്നേക്കാണ്. നമ്മൾ ഇനി ഇവിടെ ചാർജ് ചെയ്തിട്ട് മൂന്നാർ പോകണം. ചാർജ് ആയി കഴിഞ്ഞിട്ട് പോകണം. കട്ട വെയിറ്റിംഗ് ആണ്. പോസ്റ്റാണ് പാകരാത്രി. കാറിനൊപ്പം ഇവിടെ പോസ്റ്റ് നിൽക്കുന്നു, ആരുമില്ല. സാധനം ഇനി ചാർജ് ആവുന്ന എപ്പോഴായിരിക്കുമോ? ഒരു 3/4 മണിക്കൂറൂടെ എടുക്കും. ഇപ്പം തന്നെ ഒരു അരമണിക്കൂർ കൂടുതലായെന്ന് തോന്നുന്നു സംഭവം. എന്നിട്ട് വേണം നമുക്ക് മൂന്നാറിലേക്ക് വെച്ച് പിടിക്കാൻ. പോസ്റ്റാണ് എല്ലാവരും. യൂണൊക്കെ ഫോണിലെടുത്ത് കളിച്ചു നോക്കി. ആര്യവറൊക്കെ സൈക്കോ. എന്താണ് ഇവിടെ എന്തോന്ന് ഇത്? ശംഭു എന്തോ സംഭവം എന്തോന്ന്? ഷാമ്പുവാ? എന്താണ് സ്കൈലോ? സോപ്പാണ്. എന്തോ പുതിയ സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സ്കൈലോ എന്തോ മാജിക് ഒക്കെ കാണിക്കാൻ പോകുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് സോപ്പ് എടുക്കുന്നു. ട്രാവൽ ചെയ്യുമ്പോ ഇതിന്റെ ആഡ് ഇട് നീ ഒരു കാര്യം. പിന്നെ ഇത് എനിക്ക് പ്രൊമോഷൻ അല്ലേ ഈ കാട്ടുകളവൻ. പേപ്പറാണ്. ഓക്കെ, പേപ്പറാണ്. വെള്ളം ഒഴിച്ച സോപ്പ്. എവിടെ? പതച്ച പേപ്പറാണ് ഗൈസ്. പതഞ്ഞ് തിരിച്ചുണക്കി എടുക്കാൻ പറ്റൂല. തള്ളി ഇവിടെ തന്നെ ഒരു മയത്തിലൊക്കെ തള്ളാനോ. ഇത് എനിക്കോ ആര്യവറയുടെ കമ്പനിയുടെ ആണെന്ന് തോന്നുന്നു. ക്ലോസ് ചെയ്യൂല എങ്കിൽ നമ്മളിവിടെ വീണ്ടും 1 മണിക്കൂറൂടെ പോസ്റ്റ് ആവൂലേ? അങ്ങനെ പോസ്റ്റ് ആയി നിൽക്കുകയാണ് നമ്മള്. നമുക്കിനി ചാർജ് ആയിട്ട് നോക്കാം. ചാർജ് ഫുള്ളായി ഗൈസ്. 2 മണിക്കൂർ, നീണ്ട 2 മണിക്കൂറിന് ശേഷം ചാർജിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോണ്. ഒരാളെ കാണാനില്ല എവിടെ? ഓ, വണ്ടിക്കകത്തുണ്ട് ഗൈസ്. ഓക്കേ, കള്ളക്കളവ് എന്റെ ഫ്രണ്ട് സീറ്റ് സീൽ ചെയ്ത് അടിച്ചു മാറ്റിന്ന്. ബൈ ഗൈസ്. അകത്ത് കയറ്റിയിരുന്ന ഇപ്പൊ ഗൈസ് നമ്മളിനി നേരെ മൂന്നാർ. സിംഹം ഇരിക്കുകയല്ലേ നമുക്ക്. എഡിറ്റിംഗ് കണ്ടിട്ടില്ല. ഇവിടെ ഒരു എഡിറ്റിംഗ് സിംഹം ഉണ്ട്. തുപ്പി കാണിച്ചു തരാം ബാക്കിലോട്ട്. തുപ്പ എനിക്കിട്ടാണെന്ന് തോന്നുന്നു. അല്ല, സ്കൈലോയാ? അങ്ങനെ അല്ല, എന്റെ കൊടൈക്കനാലിലെ എഡിറ്റിംഗ് കണ്ടിട്ട് അഭിനന്ദിച്ചത് കൊണ്ട്. അതെന്നറിയോ, ഞാനൊരു കാര്യം പറയാം. റൈറ്റ് പോയാൽ നമ്മളെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയം പോകുന്ന റൂട്ടാണ് റൈറ്റ്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് മറ്റേ അരിയബ്രോ കറുകച്ചാല് പാമ്പാടി വഴി കയറി പോകാം. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോവോ? നമ്മളപ്പോ മൂന്നാറിലോട്ട് പോകുന്നു ഗൈസ്. ഇനി മൂന്നാർ പോയിട്ട് കാണാം. റേഞ്ച് പോയി.
ഗൈസ് നമ്മൾ ഇനി 24 കിലോമീറ്ററോടെ ഉള്ളൂ. നല്ല കിടിലം കോടയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അതെയാണ്, കുറച്ചുകൂടെ വെളിച്ചം വരുമ്പോൾ കിട്ടും. ഇപ്പൊ എത്ര മണിയായി? 5:45 ഉള്ളൂ. 6 മണിയാകുമ്പോ കിട്ടും. നോക്ക് മേളില് സംഭവം മലയാണ്. ഓ ഗൈസ്, ഫൈനലി നമ്മള് ഇതായിട്ട് ഓടിക്കണം, അല്ലാതെ ഇങ്ങനെ ഓടിച്ചിട്ടൊരു ഗൈസ് മൂന്നാറെത്തി ഗൈസ്. ചായ വിട്ടൊരു കളിയില്ല. ലെഫ്റ്റ് ആണോ? അങ്ങോട്ട് പോവാം. നമ്മള് ഡാൻസിങ്ങും സിപ്ലൈനൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അരേ ബ്രോ, ഹൈറ്റ് പേടിയുണ്ടോ? ഇതൊക്കെ എന്ത് ആണോ? ഹൈറ്റ് പേടിയുണ്ടോ? പേടിയുണ്ടോ? ഓക്കെ സൗജേട്ടൻ. ഓ ഓക്കെ, വയ്യ, ഇപ്പോഴേ വയ്യ. വയ്യ സൗജേട്ടന് വയ്യ. സിപ്ലൈൻ ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റായി ഗൈസ്. എന്തൊക്കെ വലിച്ചൂരി എടുക്കുന്നു. അവരെ എയറിൽ തന്നെ ആകാശത്ത് എവിടെയെങ്കിലും പറപ്പിച്ച് വിടും. എന്തൊക്കെ പോകുന്നു. എല്ലാം സെറ്റ് ഗൈസ്. അണ്ണ ഇതാ കയറൊക്കെ ഊരി വിട്ട് പറക്ക് വരും. ആ അവിടെ ഇരുന്നിട്ട് ഓ കട്ട കിടുക്കാച്ചി വ്യൂ ഒക്കെ എനിക്ക് തന്നു. ഇവരിന്ന് എയറിൽ പോണത് കാണാം. ഗൈസ് ഹായ് പറ ഗൈസ്. ആ നന്ദുണ്ണ മണി മണി മണി. ആ പോകാം. സലിംകുമാർ ഫ്ലൈറ്റ് പൊക്കുന്നവരെ ഇപ്പൊ നോക്കോ. തുടങ്ങി 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 തിരിച്ചു അങ്ങ് ഓക്കെ ഇടും. പറന്നു പോകും. ആര്യ ബ്രോ പറന്നു പോകും സൂപ്പർമാനെ പോലെ. എവിടെ കണ്ടുണ്ട്? കണ്ണ് തുറക്കണ ആര്യ ബ്രോ. കുറച്ച് കഴിഞ്ഞിട്ട് മതി. എന്നാ
ആര്യ ബ്രോ ഒരു എക്സ്പ്രഷൻ നോക്ക. ആര്യ ബ്രോ ഒരു എക്സ്പ്രഷൻ. ആട്ടി വീട് മാമ. ഇപ്പൊ വീട് ഒരൊറ്റ വിടക്കുണ്ട്. പറക്കും പറക്കും. അണ പറത്തി വിടണ. ഓക്കെ ഓക്കെ. ഇവരെ പറത്തുന്നതിന് മുമ്പേ നമുക്ക് 5X നോക്കാം. ഇപ്പൊ പറത്തി വിടും. പറത്തി വിടാൻ പോണ കേസ്. എന്നാ വിട്ട് എത്തി 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 എത്തി. കരയല്ലേ. അല്ല കുറച്ചുകൂടെ പൊക്കി വിട്. പേടിച്ചില്ലേ പേടിച്ചില്ലേ? അവിടെ നിന്ന് വേറെ ആരോ ഒക്കെ വരുന്നു. കരഞ്ഞു വിളിച്ചോണ്ട് വരുന്നു. ഇത്ര തന്നെയാണ്. അവർ വന്നിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. ഇനിയുണ്ടോ? ഓക്കെ. മൂത്രം ഒഴിച്ച ആര്യ ബ്രോ. ആര്യ ബ്രോ ഹൈറ്റ് പേടിയാണ് ഗൈസ്. ആര്യ ബ്രോ മൂത്രം ഒഴിച്ചെന്ന് തോന്നുന്നു. അയ്യേ എല്ലാം പിടിക്കുന്നു. ഒന്ന് ടാറ്റാ. ജീവനോടുണ്ടെങ്കിൽ കാണാടാ. സംസാരിട്ട് ഇതിനൊന്ന് ഫോൺ വിട്ടോന്ന് വെച്ചിട്ട് അടിയിൽ ടിക്കറ്റ്. ഇവരെവിടെ പോയി? ആ ഇത്ര പെട്ടെന്ന് അങ്ങ് എത്തിയ. അച്ഛൻ വിളിച്ചപ്പോൾ എക്സ്പ്രഷനാണ്. ഇവര് ഹൈറ്റിൽ കൊണ്ടുപോയി. ഊരിയൊക്കെ വിടുന്നു എവിടെയോ. പറഞ്ഞിട്ട് വിട്ടാ ത്രില്ലില്ല. സൈക്കോ ആണെന്നോ ഒന്ന് വിളിക്കുന്നു, ചിരിക്കുന്നു. എന്തിന്റെ കേടായിരുന്നു നിനക്കൊക്കെ? ഒരിക്കൽ പോയി. ആര്യ ബ്രോ ഒരു അവസ്ഥ നോക്കാം ഗൈസ്. ആര്യ ബ്രോ ഒക്കെയാണ്. ആര്യ ബ്രോ ഓക്കെ. ആര്യ ബ്രോ ബോധം കെട്ടിരിക്കുന്നെന്നോ ഒന്ന്. സമാധാനമായിട്ടൊന്നും ചെയ്യാനില്ലേ? ബോധം പോയി, ബോധം പോയി. എല്ലാരും കണ്ണ് പുറത്തോട്ടുണ്ട്. ആര്യ ബ്രോ ഇനി ആ മൂത്രം പോയ നിക്കരം കടി വീട്ടിൽ പോവാം. കണ്ണേ എല്ലാരും കണ്ണും പുറത്തിരിപ്പുണ്ട്. ഞങ്ങൾക്കൊന്നും ഒരു പേടിയില്ല സാറേ. കണ്ണൂരടാ. ആര്യ ബ്രോ ഇരിക്കും നോക്ക് ഗൈസ്. ആടി എപ്പ നിക്കും? ആര്യ ബ്രോ കാലനക്കി നോക്ക്. മോയിന് വരൂലെന്ന് കോളേജ് ഓർമ്മയ്ക്കല്ലോ. നിക്കർ കഴിവണമെന്ന്. ആ ആര്യ ബ്രോ ഹൈറ്റ് മാത്രമേ പേടിയുള്ളൂ. പക്ഷെ ഒരു വണ്ടി കിട്ടിയ വണ്ടി എടുത്ത് നാട് മുഴുക്കെ കറങ്ങും. നടന്നു വരെ പോകും വേണമെങ്കിൽ. മൂന്നാറൊക്കെ ഫുള്ള് അറിയാം. മഴ നനീട്ടാ വന്ന്. ആര്യ ബ്രോക്ക് വേണ്ടി ചെയ്താണെന്നോ നോക്ക്. നെറ്റ് പോലെയാണ്. മൂത്രമൊക്കെ അങ്ങ് താഴെ പോകും. അത് വെള്ളോടാ.
ഒരു പോക്കറ്റ് ഐസ് ഉണ്ടായിരുന്നു, അത് പൊട്ടിയത്. എക്സ്പീരിയൻസ് ചോദിച്ചോക്കാം നമുക്ക്. ഇത് നമുക്ക് നീക്കാം. എല്ലാത്തിനും കെട്ടടിച്ച് വിടുന്നുണ്ട്. ഒരാളത് ആടി ആടി വരുന്നുണ്ട്. ഇതിൽ കയറിയ ഫിറ്റ് ആവോ? സ്കൈലോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ആ കിഴപ്പങ്ങ് മാറി കിട്ടി. കിഴപ്പ് മാറി കിട്ടി. കറക്റ്റ്. കേത്യസ് കരയണം തോന്നുന്നു. ഇത് സൈക്കോട്ടെ, ഇത് ബുദ്ധിയില്ല, ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല, എങ്കിലും ഇത് അറിയാൻ പറ്റും. ബുദ്ധിയില്ലാത്തോണ്ട് ബുദ്ധിയില്ലാത്തോണ്ട് അറിയാൻ പറ്റില്ല. ആര്യ ബ്രോ നോക്ക്, ആര്യ ബ്രോ അവനിനി ഒന്നിനും കൊള്ളൂല, പ്രതിഷ്ഠിച്ച് വെക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ആര്യ ബ്രോ? വീട്ടിൽ വിളിക്കട്ടെ. എന്നെ ഇവരെ കൊല്ലാൻ കൊണ്ട് മോൻ ജീവിച്ചിരിപ്പുണ്ട് അച്ഛാ. ഊഞ്ഞാലാട്ടാന്നും പറഞ്ഞ് മേളിൽ പോവാം, മേളിൽ പോവാം. ഹെൽമെറ്റ് തിരിച്ചു കൊടുക്കണമെന്ന് ബോധമൊക്കെ പോയി ഗൈസ്. ഹെൽമെറ്റ് വേണോ? താങ്ക് യു. എന്റെ ഇതൊക്കെ വച്ചോണ്ട് പോടേ. ഈ സാധനമൊക്കെ അവിടെ വെച്ചോണ്ട് പോകണ്ട. ചിലപ്പോ പിന്നെ പോകേണ്ടി വരില്ല. എല്ലാരും ഇതൊക്കെ എന്ത്? ഹലോ, ആകെ ഒരൊറ്റ കണ്ടിട്ടുണ്ട്, ഇവിടെ പിടിക്കുന്നത് അത് മാത്രമേ ഇവിടെ പിടിച്ച കുഴപ്പമില്ല. രണ്ടേ വിട്ടാലും പിടിക്കുന്നില്ല, ഇവിടെ പിടിക്കുന്നില്ല. ഇവിടെ നിർബന്ധമില്ല, ജസ്റ്റ് കോൺഫിഡൻസ് വേണ്ടി പിടിക്കുന്നു. എടാ വലിച്ചു റെഡി അല്ലേ? വലിച്ചു ഓക്കെ കേട്ടില്ലേ? ഓക്കെ ഓക്കെ റെഡി അല്ലേ? That's good. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് പറയും. അങ്ങോട്ട് വന്നിട്ട് പറയാം. വൺ ടൈം എക്സ്പീരിയൻസ് ആണോ? ഇനിയും പോവാം.
പൊളിയായിരുന്നു ഗൈസ്. പക്ഷെ ഹൈറ്റ് കുറച്ചുകൂടെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഐസ്ക്രീം എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? ബോധം വന്ന സെറ്റ്. ആര്യബ്രോക്ക് ഐസ്ക്രീം കൊടുത്താൽ ബോധം വന്നു, സെറ്റായി. കേസ് അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ഒരു ഇവിയിൽ പോയിട്ട് ഒരു ഗ്യാസ് വണ്ടിയിൽ വന്നത് പോലത്തെ ഒരു ഫീലാണ് ഉണ്ടായത്. വണ്ടിയും പോകബിൾ ആണ്. ബാക്കി ഞാൻ അവർക്ക് കൈമാറുന്നു. ഓക്കെ, ആര്യ ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? വളരെ മികച്ച ഒരു ട്രിപ്പായിരുന്നു. ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ചങ്കായ സ്കൈലുള്ളതുകൊണ്ട് ഓക്കെ. വളരെ വളരെ മികച്ച. സ്കൈല് നമ്മള് വഴിക്ക് ഇറക്കി വിട്ടു, അപ്പോഴും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. KTS ഗെയിമിംഗ് എങ്ങനെയുണ്ടായിരുന്നു? വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇനി അപ്പോ ഇവര് പറഞ്ഞ പോലെ ഒന്നല്ല, ഉള്ളത് പറഞ്ഞ ഈ നന്ദുച്ചേട്ട എന്നെ തേച്ചി മൂന്നാർ ജംഗ്ഷനിൽ കൊണ്ട് ഇറക്കിയിട്ട് വണ്ടി കയറി സമയമില്ല, ഒരു ദിവസത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചോണ്ടെന്ന് ഗൈസ്. അത്രേ ഉള്ളൂ. ഒരു AC റൂമിൽ റൂം കാണിച്ചു തന്നു, അവിടെ ഇരുന്ന് ഉറങ്ങി എണീറ്റ് രാവിലെ പോവാം. പിന്നെ നമുക്ക് അവിടെ ഇടയ്ക്ക് പോയപ്പോ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മഴയൊക്കെ നനഞ്ഞ് AC ഇല്ല, എന്നാലും തണുപ്പുണ്ടായിരുന്നു ഇല്ലേ. നമ്മൾ മഴയത്തൊക്കെ കുളിച്ച് അങ്ങനെ കുറച്ച് കാര്യം, പിന്നെ വരണ വഴിക്ക് മറ്റേ ഊഞ്ഞാലിലൊക്കെ ആടി, അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് കൊള്ളായിരുന്നു. പിന്നെ കുഴപ്പമില്ലല്ലേ? ഇതല്ലേടാ നമ്മളും പറഞ്ഞത്. ഞാൻ പറഞ്ഞ പക്ഷെ എന്നെ നന്ദു ചേട്ടൻ പറ്റിച്ച് മൂന്നാറ് ജംഗ്ഷനിൽ കൊണ്ടിറക്കിയിട്ട് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് വണ്ടി കയറ്റി തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ ഗൈസ്, ബൈ 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 ബൈ. ലൈറ്റ് ഓഫ് ചെയ്ത്